കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിന് സുധീഷിൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടിയ സങ്കടത്തിൽ താൻ കാരണമാണ് എല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് നിധി സുഭാഷിന്റെ അരികിൽ ചെന്ന് സോറി പറയുന്നുണ്ട്. നിധി സോറി പറയേണ്ട കാര്യമൊന്നുമില്ലെന്നും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ വഴക്കായെന്നും അടികൂടാതെ വഴക്കിടാൻ അവർക്കറിയില്ലെന്നും സുധീഷ് അടിക്കണമെന്ന് വിചാരിച്ചടിച്ചതല്ലെന്നും അവരുടെ വഴക്കു തടയുന്നതിനിടയിൽ അറിയാതെ അവന്റെ കൈ തന്റെ കവിളത്ത് പതിച്ചതാണെന്നും അതൊന്നും പ്രശ്നമാക്കണ്ടെന്നും അതൊന്നും ഓർത്ത് നിധി സങ്കടപ്പെടേണ്ടെന്നും സുഭാഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വഴക്കുണ്ടായതിൽ വിഷമത്തോടെ നിൽക്കുകയായിരുന്ന നികേഷും ഇതെല്ലാം കേട്ട് ഏട്ടത്തി വന്നതിനു ശേഷം ഇതൊരു വീടായി മാറിയെന്നും ഇനിയിവിടെ ആരും തമ്മിൽ വഴക്കുണ്ടാക്കില്ലെന്ന് താൻ കരുതിയെന്നും അതൊന്നും നടന്നില്ലെന്നും ഇപ്പൊ ഈ വീട്ടിലെ വഴക്കെല്ലാം കണ്ട് ഏട്ടത്തി ഞങ്ങളെ വെറുക്കുമോന്നൊരു ഭയം തനിക്കുണ്ടെന്നും നികേഷ് സങ്കടത്തോടെ പറയുമ്പോ ഇങ്ങനെയെല്ലാം ഇപ്പോ പറയേണ്ടതിന്റെ കാര്യം എന്താന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. നമുക്കിതെല്ലാം ശീലമായെന്നും പക്ഷേ ഏട്ടത്തി അങ്ങനെയല്ലല്ലോ എന്നും എപ്പോഴും ഈ വീട്ടിൽ അടിയും മഴക്കുമാണല്ലോ എന്ന് വിചാരിച്ച് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ പാടില്ലല്ലോ എന്നോർത്ത് പറഞ്ഞതാന്ന് പറഞ്ഞ് നികേഷും അവിടുന്ന് പോകുന്നുണ്ട്. നിധിയും ടെൻഷനോടെ നിൽക്കുമ്പോൾ അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ഇങ്ങനെയാണെന്നും വീട്ടിലാരും തമ്മിൽ വഴക്കടിക്കുന്നത് അവൻ ഇഷ്ടമല്ലെന്നും അതൊന്നും പ്രശ്നമാക്കേണ്ടെന്നും സുഭാഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നിധി താനൊരു കാര്യം ചോദിച്ചാൽ അത് തെറ്റായി എടുക്കരുതെന്ന് പറയുന്നത്. കാര്യം ചോദിക്കുന്ന സുഭാഷ് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ കുറെ കാലം ജയിലിലായിരുന്നോ? നിങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തിയിട്ടാണോ അച്ഛൻ ജയിലിൽ പോയത്? നിധി ചോദിക്കുമ്പോൾ അച്ഛൻ ജയിലിലായിരുന്നു എന്നത് സത്യമാണെന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോ അച്ഛനാണോ അമ്മയെ കൊന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ അത് തനിക്ക് അറിയില്ലെന്നും അച്ഛനും അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്നും എന്താ സംഭവിച്ചെന്ന് തനിക്ക് അറിയില്ലെന്നും അത് അച്ഛനും അമ്മയ്ക്കും മാത്രമേ അറിയൂവെന്നും പക്ഷേ ഇപ്പോഴും അച്ഛൻ അത് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് തനിക്ക് ഇത്രയേ അറിയൂവെന്നും സുഭാഷ് പറയുമ്പോൾ നിധിയും ടെൻഷനോടെ ഉമ്മറത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അവിടെ ഉമ്മറത്തെ കട്ടിലിരുന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് ഭാസ്കരൻ. അതിനിടയ്ക്ക് ബീഡി വലിക്കാനായി തുടങ്ങുമ്പോഴാണ് ഉമ്മറത്തിരിക്കുന്ന നിധിയെ ഭാസ്കരൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ ബീഡി എടുത്ത് മാറ്റിക്കൊണ്ട് അവളുടെ കയ്യിലേക്ക് ഒരു പൊതി കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഭാസ്കരൻ അടുത്തേക്ക് വരുന്നത് കണ്ട നിധി പേടിയോടെ ഇരിക്കുമ്പോൾ അയാൾ ആ പൊതി അവളുടെ നേരെ നീട്ടുന്നുണ്ട്. അവൾ വേണ്ടെന്ന് പേടിയോടെ പറയുന്നുണ്ടെങ്കിലും ഭാസ്കരന്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം അവൾ അത് വാങ്ങിക്കുന്നുണ്ട്. ഭാസ്കരൻ വീണ്ടും പാട്ടും പാടിക്കൊണ്ട് ബ്രാൻഡി അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിധി ആ പൊതിയിൽ എന്താണെന്ന് അഴിച്ചു നോക്കുമ്പോൾ അതിൽ കടലമിഠായി ആയിരുന്നു. അവൾ ആ കടലമിഠായിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് പൊതിഞ്ഞിരുന്ന ആ പേപ്പറിൽ റൂം വാടകയ്ക്ക് എന്നൊരു പരസ്യം അവൾ കാണുന്നത്. അതിലെ അഡ്രസ്സും ഫോൺ നമ്പറും വായിച്ചു നോക്കുന്ന നിധിയും ആ പേപ്പർ കഷ്ണം എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പിന്നീട് അവൾ രാവിലെ ഉറക്കമുണർന്നു വരുമ്പോഴാണ് മുറ്റത്തെ കല്ലിൽ വെച്ച് വെട്ടുകത്തി മൂർച്ച കൂട്ടുന്ന ഭാസ്കരനെ കാണുന്നത്. നിധി അത് പേടിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഭാസ്കരനും മൂർച്ച നോക്കി മൂർച്ച പോരാ, ഒറ്റ വെട്ടിന് 2 തുണ്ടമാവണം എന്ന് പറഞ്ഞ് വീണ്ടും മൂർച്ച കൂട്ടാൻ തുടങ്ങുമ്പോൾ നിധി പേടിയോടെ ഞങ്ങളുടെ അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തിയതാണെന്ന നികേഷിന്റെ വാക്കുകൾ ഓർക്കുന്നുണ്ട്. പേടിയോടെവൾ ഉമ്മറത്തുനിന്ന് ഓടി അകത്തേക്ക് പോകുമ്പോഴാണ് അങ്ങോട്ട് വരുന്ന സുഭാഷിന്റെ മുന്നിൽ പെടുന്നത്. എന്തുപറ്റി, എന്താ ഇങ്ങനെ പേടിച്ചോടുന്നെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് പേടിയോടെ നോക്കിക്കൊണ്ട് അവൾ തന്റെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അവൾ പേടിച്ചോടുന്നത് എന്തിനാണെന്നറിയാൻ സുഭാഷ് മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന് അച്ഛൻ കത്തി മൂർച്ച കൂട്ടുന്നുണ്ട്. അവൻ അച്ഛന്റെ അരികിലേക്ക് ചെന്ന് അച്ഛൻ നിധിയോട് എന്തെങ്കിലും പറഞ്ഞോ? അവൾ പേടിച്ചോടുന്നുണ്ടല്ലോ. നിധിയോ? അവൾ ഇങ്ങോട്ട് വന്നോ? ഞാൻ ഇവിടെ ഈ വെട്ടുകത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വന്നത് കണ്ടില്ലെന്ന് പറയുമ്പോൾ രാവിലെ തന്നെ ഈ കത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അവിടെ വെട്ടിയിട്ടിരിക്കുന്ന ഇളനീര് കാണിച്ചുകൊണ്ട് അത് വെട്ടിക്കുടിക്കാനാണെന്ന് ഭാസ്കരനും. പിന്നീട് നിധി പുറത്തു പോവാൻ റെഡിയായി ആ പേപ്പർ കഷ്ണവും തന്റെ പേഴ്സിലേക്ക് എടുത്തു വെച്ച് അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ താൻ കൂട്ടുവരാമെന്ന് നികേഷ് പറയുന്നുണ്ടെങ്കിലും തനിച്ചു പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് സുഭാഷിനോടും നികേഷിനോടും യാത്ര പറഞ്ഞ് അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് അവൾ റൂം വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പരസ്യമിട്ട ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവൾ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ആ വീടിന്റെ ഓണർ ഇറങ്ങി വരുന്നുണ്ട്. റൂം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നറിഞ്ഞ് താൻ ഇന്നലെ വിളിച്ചിരുന്നല്ലോ എന്ന് നിധി പറയുമ്പോൾ അത് നിങ്ങളായിരുന്നു, എന്തു ചെയ്യുന്നെന്ന് അയാളും ചോദിക്കുന്നുണ്ട്. താൻ ആർക്കിടെക്ട് കഴിഞ്ഞതാണെന്നും ഇന്റേൺഷിപ്പ് കഴിഞ്ഞ 2-3 മാസം കൊണ്ട് ജോലി ലഭിക്കുമെന്നും അതുകൊണ്ടാണ് റൂം അന്വേഷിക്കുന്നതെന്നും നിധി പറയുമ്പോൾ എവിടെയാ വീടെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. തക്കലയിലാണെന്ന് അവൾ പറയുമ്പോഴാണ് അവളുടെ കഴുത്തിൽ കിടന്ന താലിമാല ശ്രദ്ധിച്ച് മാരീഡാണോ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ ഹസ്ബൻഡിന് ജോലി പുറത്താണെന്നും കല്യാണം കഴിഞ്ഞതാണെന്നും അവളും കള്ളം പറയുന്നുണ്ട്. ഇപ്പോ ഇവിടെ എവിടെയാ താമസിക്കുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു റിലേറ്റീവിന്റെ വീട്ടിലാണെന്നും ആ റിലേറ്റീവ് കൂടി തന്റെ കൂടെ വരാനിരുന്നതാണെന്നും പെട്ടെന്നൊരു അർജൻസി വന്നുകൊണ്ടാണ് വരാതിരുന്നതെന്നും അവൾ പറയുമ്പോൾ അത് സമ്മതിച്ച് റൂം മേലെയാണെന്ന് പറഞ്ഞ് അയാൾ ചാവി എടുത്തോണ്ട് വന്ന് നിധിയെ റൂം കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. നിധിക്കും ആ റൂം ഇഷ്ടമാവുമ്പോൾ
വാടക എത്രയാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. മാസം 3000 രൂപ വാടകയാണെന്നും 10 മാസത്തെ അഡ്വാൻസ് ഒന്നിച്ചു തരണമെന്നും വീട് ഇഷ്ടമായെങ്കിൽ 3000 രൂപ ഇപ്പോൾ തന്നെ ടോക്കൺ അഡ്വാൻസ് തരണമെന്നും അയാൾ പറയുമ്പോൾ തനിക്ക് വീടൊക്കെയാണെന്ന് പറഞ്ഞ് ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് നാളെ തന്നെ എത്താമെന്ന് പറഞ്ഞ് നിധിയും അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. അവിടെ സുഭാഷും മുറ്റത്ത് ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ടെൻഷനോടെ സുധീഷ് അവന്റെ അടുത്തേക്ക് വന്ന് സുധീഷിനെ തല്ലിയതിൽ സോറി പറയുന്നത്. താൻ സുഭാഷേട്ടനെ അടിച്ചതല്ലെന്നും ഹരീഷേട്ടനെ അടിക്കാനൊങ്ങിയത് സുഭാഷേട്ടനിട്ട് കൊണ്ടതാണെന്നും തന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് സുധീഷ് അവന്റെ കൈ പിടിക്കുന്നുണ്ട്. അതെല്ലാം വിട്ടേക്കെന്നും അത് തനിക്ക് അറിയാമെന്നും നീ വേണമെന്ന് വിചാരിച്ചു ചെയ്തതല്ലല്ലോ എന്നും പറഞ്ഞ് സുഭാഷ് അവനെ ആശ്വസിപ്പിക്കുമ്പോൾ സുധീഷും അടി കിട്ടിയ അവന്റെ കവിളിൽ തലോടി നന്നായി വേദനിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അതെല്ലാം വിട്ടേക്കെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇനി രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ വഴക്കടിക്കരുതെന്നും ആ കുട്ടി ഇതെല്ലാം കണ്ടെന്നും നമ്മളെപ്പറ്റി അവൾ എന്ത് വിചാരിക്കുമെന്നും ആദ്യമേ നിധിയെ കണ്ട കാര്യം പറഞ്ഞിരുന്നേൽ ഈ വഴക്കൊന്നും ഉണ്ടാവില്ലായിരുന്നുവെന്നും എന്താ ആദ്യമേ പറയാതിരുന്നതെന്നും സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ലെന്നും സുഭാഷേട്ടൻ അവളോട് സത്യം പറഞ്ഞു എന്നറിഞ്ഞ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നും ഈ വീടിനെ പറ്റി അവളോട് പറയുന്ന സമയത്ത് ഈ കല്യാണം നടക്കുമെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും എനിക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടി എന്റെ കുടുംബത്തെ പറ്റി ചോദിച്ചപ്പോൾ ആളാവാൻ വേണ്ടി പറഞ്ഞതാണെന്നും അത് തന്റെ തെറ്റ് തന്നെയാണെന്നും പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം സത്യമെല്ലാം അവളോട് തുറന്നു പറഞ്ഞ അവൾ തന്നെ വിട്ടു പോകുമെന്നുള്ള പേടിയുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ സത്യം പറയാതിരുന്നതെന്നും അവളോട് സത്യം തുറന്നു പറയുമ്പോൾ തന്നോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിന്നോട് സത്യം പറയാൻ എത്ര തവണ പറഞ്ഞു? സുധീഷ് അത് കേട്ടില്ലെന്നും താനൊരു ആർക്കിടെക്റ്റ് ആണെന്ന് കരുതി അവൾ ഇടയ്ക്കിടെ വന്ന് തന്നോട് ജോലി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞെന്നും നിന്നെപ്പോലെ നുണ പറയാനുള്ള കഴിവ് തനിക്കില്ലെന്നും നമ്മളെ വിശ്വസിച്ച ഒരാൾ സംസാരിക്കുമ്പോൾ അയാളോട് എങ്ങനെ കള്ളം പറയാനാവും? ഞാൻ സത്യം പറഞ്ഞ അത് നിങ്ങളുടെ ജീവിതത്തിനും നല്ലതാണെന്ന് കരുതി നമ്മൾ അവളോട് സത്യം പറയാതെ ഒരു നാൾ അവൾ സത്യമെല്ലാം മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ടു പോവും എന്നൊക്കെ സുഭാഷ് അവനെ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുമ്പോൾ അതൊന്നും സാരമില്ലെന്നും സുഭാഷിടം ചെയ്തത് തന്നെയാണ് ശരിയെന്ന് സുധീഷും സമ്മതിക്കുന്നുണ്ട്. നിധി ഇനിയും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണമെങ്കിൽ ഇനി മുതൽ കള്ളം പറയരുതെന്ന് സുഭാഷ് സുധീഷിനോടായി പറയുന്നുണ്ട്. കള്ളം പറയുന്നത് തനിക്കും ഇഷ്ടമല്ലെന്നും കുട്ടിക്കാലത്തെ അച്ഛൻ ജയിലിൽ പോയ കഥയും പറഞ്ഞ് എല്ലാവരും തന്നെ കളിയാക്കിയെന്നും അകറ്റി നിർത്തിയെന്നും ഒറ്റപ്പെടുത്തിയെന്നും അന്നു തൊട്ടേ താൻ ഈ വീടിനെ വെറുക്കാൻ ആരംഭിച്ചെന്നും ഈ വീടിന്റെ കാര്യം മറച്ചുവെച്ചാലേ തനിക്ക് എല്ലായിടത്തു നിന്നും മര്യാദ കിട്ടുകയുള്ളൂവെന്നും അത് പിന്നെ ഒരു ശീലമായി പോയെന്നും എന്ന് വെച്ച് ചേട്ടൻ മേസ്തിരിയാണെന്ന് പറയുന്നതിൽ തനിക്ക് അപമാനമില്ലെന്നും ഇതൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ലെന്നും എനിക്ക് വേറെ വഴി അറിയില്ലെന്നും ഇനി താൻ കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കാമെന്നും സുഭാഷേട്ടന് വേണ്ടി താൻ മാറാമെന്നും സുധീഷ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷേട്ടാന്ന് വിളിച്ച് നിധി അങ്ങോട്ട് വരുന്നത്. തനിക്കൊരു റൂം വാടകയ്ക്കായി കിട്ടിയിട്ടുണ്ടെന്നും നാളെ തന്നെ അങ്ങോട്ട് താമസിക്കാനാണ് വിചാരിക്കുന്നത് നിധി പറയുമ്പോൾ റൂം കിട്ടിയൊന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഒരു പേപ്പറിൽ റൂം വാടകയ്ക്കെന്ന് ഒരു പരസ്യം കണ്ടെന്നും എവിടെയെങ്കിലും ഒരു റൂം വാടക കിട്ടിയ ഉടനെ തന്നെ താൻ മാറുമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ എന്നും രാവിലെ തന്നെ താൻ റൂം എല്ലാം കണ്ട് അഡ്വാൻസ് കൊടുത്തെന്നും നിധി പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് വീട് വിട്ടു പോകേണ്ട കാര്യമെന്താ? തനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് സുഭാഷും താനും ഉടനെ പോകേണ്ടി വരുമെന്ന് കരുതിയില്ലെന്നും നല്ല സമയത്തിന് പെട്ടെന്ന് വീട് റെഡിയായെന്നും നിധി പറയുമ്പോൾ നിധി തനിച്ചല്ല ഇവിടെ താമസിക്കേണ്ടത്, ആ വീട് ഓക്കെയാണോന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ലെന്നും താൻ ആ റൂം പോയി കണ്ടെന്നും അതിന്റെ താഴത്തെ നിലയിൽ ഓണറും ഫാമിലിയുമാണ് താമസിക്കുന്നതെന്നും നല്ല വീടാണെന്നും നിധി പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെയും വിളിച്ചുകൂടായിരുന്നു എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. തന്നെ തെറ്റിദ്ധരിക്കല്ലെന്നും താൻ ഈ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അവരോട് പറഞ്ഞിട്ടില്ലെന്നും നിധി പറയുമ്പോൾ ഈ വീട്ടിലാണ് താമസിക്കുന്നതെന്നറിഞ്ഞ അവർ വീട് തരില്ല എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ലെന്നും ഇവിടെയാണ് താമസിക്കുന്നതെന്നറിഞ്ഞ പിന്നെ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ കാരണം ചോദിക്കുമെന്നും അതുകൊണ്ടാണ് വീട് തക്കലയിലാണെന്നും ജോലിക്കായി തിരുവനന്തപുരത്തേക്ക് എത്തിയതാണെന്നും പറഞ്ഞതെന്നും അതുകൊണ്ടാണ് സുഭാഷേട്ടനെ കൂട്ടാതെ പോയതെന്നും നിധി പറയുന്നത് കേൾക്കെ സുധീഷിനും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പോവാൻ തന്നെ ഉറപ്പിച്ചോന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുമ്പോൾ തനിക്കിവിടെ താമസിക്കാൻ കഴിയില്ലെന്നും പെട്ടെന്നൊരു റൂം കിട്ടണമെന്ന് താൻ സുഭാഷേട്ടനോടും പറഞ്ഞിരുന്നതല്ലേ എന്നും എതിരൊന്നും പറയരുതെന്നും ഞാൻ ഈ വീട്ടിൽ ഇനി താമസിക്കുന്നത് ശരിയല്ലെന്നും നാളെ രാവിലെ തന്നെ താൻ ഇവിടുന്ന് പോകുമെന്നും പറഞ്ഞ് നിധി അകത്തേക്ക് പോകുന്നുണ്ട്. എല്ലാം കേട്ട് സങ്കടത്തോടെ നിൽക്കുന്ന സുധീഷിനെ സുഭാഷും ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് നിധിയുടെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവൾ തന്റെ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പാക്കിംഗ് എല്ലാം തുടങ്ങിയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നാളെ രാവിലെ തന്നെ ഇറങ്ങേണ്ടതല്ലേ, എല്ലാം പാക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതിയെന്ന് നിധിയും. എന്തിനാ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വീട് വിട്ടിറങ്ങുന്നത്? റൂം കാണാൻ പോകുന്നത് പോലും പറഞ്ഞില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്തിന്? അത് പറഞ്ഞ അതും വെച്ചൊരു നാടകം കളിക്കാനോ എന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. ഈ നാട് നിധിക്ക് അറിയില്ലല്ലോ, ആ വീട് എങ്ങനെയുള്ളതാണെന്ന് അറിയാതെ അവിടെ താമസിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കാൾ വലുതൊന്നും ഇനി വരില്ലെന്ന് നിധിയും. തന്റെ കാര്യം വിടെന്നും
ആ വീടിനെ കുറിച്ച് നന്നായി അന്വേഷിക്കണമെന്നും ചോദിച്ച ഉടനെ തന്നെ ആ വീട് വാടകയ്ക്ക് തരണമെങ്കിൽ അതിലെന്തോ പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ടെന്നും സുധീഷ് ടെൻഷനോടെ പറയുമ്പോൾ അതൊന്നും ഓർത്ത് സുധീഷ് ടെൻഷൻ അടിക്കേണ്ടെന്നും അതൊരു നല്ല വീടാണെന്നും നിധിയും തീർത്തു പറയുന്നുണ്ട്. സുധീഷ് പിന്നെയും പല കാരണങ്ങൾ പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിധി ദേഷ്യത്തോടെ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആകെ ടെൻഷനോടെ ഡൈനിങ് ഹാളിൽ വന്നിരിക്കുന്ന സുധീഷ് നിധിയുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളെല്ലാം ഓർത്തെടുത്ത്, നിനക്ക് ഞാൻ ആരുമല്ലെങ്കിലും നീ എൻ്റെ ഭാര്യയാണ്. ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ എന്നെ വിട്ടു പോവരുതെന്ന് കരുതിക്കൊണ്ട് മാത്രമാണ്. നീ എന്തു തന്നെ വിചാരിച്ചാലും നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. വിട്ടുകൊടുക്കില്ലെന്നും സുധീഷ് ടെൻഷനോടെ മനസ്സിലോർക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് നിധി പറഞ്ഞ അഡ്രസ് വെച്ച് അവൾക്ക് റൂം വാടകയ്ക്ക് കൊടുത്ത ആ വീട്ടിലേക്കെത്തി ആ ഓണറെ കണ്ട് സംസാരിക്കുന്നുണ്ട്. റൂം വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന പരസ്യം കണ്ട് വന്നതാണെന്ന് സുധീഷ് പറയുമ്പോൾ റൂം എല്ലാം കൊടുത്തെന്നും റൂമില്ലെന്നും അയാൾ പറയുമ്പോൾ ആർക്കാ റൂം കൊടുത്തെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെന്തിനാ ഇയാൾ അറിയുന്നേ? വാടകയ്ക്ക് റൂമില്ലെന്ന് അയാൾ പറയുമ്പോൾ നിധിക്കല്ലേ കൊടുത്തതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെ, ആ കുട്ടി നിങ്ങളുടെ ആരാന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൾ തന്റെ ഭാര്യയാണെന്നും ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ വഴക്കുണ്ടായെന്നും വഴക്കിനൊടുവിൽ അവൾ വീട് വിട്ടിറങ്ങുകയാണെന്ന് പറഞ്ഞെന്നും ആ ദേഷ്യത്തിലാണ് ഇവിടെ റൂം വന്ന് നോക്കിയതെന്നും സുധീഷ് പറയുമ്പോൾ അയാൾ അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ സത്യമായിട്ടും അവളുടെ ഭർത്താവാണോ നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷ് തന്റെ മൊബൈലെടുത്ത് നിധിയും ഒന്നിച്ചുള്ള ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അയാൾക്കും വിശ്വാസമാവുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് ഞങ്ങൾ തന്നെ തീർത്തോളാമെന്നും അതിനിടയിൽ കയറി റൂം വാടകയ്ക്ക് കൊടുക്കാനെങ്ങാനും നിന്ന ശരിയാക്കുമെന്നും സുധീഷ് പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നെന്ന് അയാളും ചോദിക്കുന്നുണ്ട്. നാളെ നിധി വരുമ്പോൾ അവളോട് റൂം ഇല്ലെന്ന് പറയണം എന്ന് സുധീഷ് പറയുമ്പോൾ അതെങ്ങനെ? ടോക്കൺ അഡ്വാൻസ് എല്ലാം വാങ്ങിയിട്ട് വീട് കൊടുക്കില്ലെന്ന് പറയുന്നത് ശരിയാണോ? എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരുമെന്ന് അയാൾ പറയുമ്പോൾ താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ, അതിനു മുന്നേ ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം പോലീസിനെ വിളിക്കാൻ. ഈ നാട്ടിൽ ഭാസ്കരന്റെ വീട് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. എന്റെ വീടിനെ കുറിച്ചറിഞ്ഞ ആ നാട് തന്നെ ഭയന്നു വിറയ്ക്കും. വേണമെങ്കിൽ ഒന്ന് ചെന്ന് അന്വേഷിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അയാളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നാളെ അവൾ വരുമ്പോൾ റൂം വാടകയ്ക്ക് കൊടുക്കില്ലെന്ന് അയാളും ഉറപ്പിച്ച് പറയുന്നുണ്ട്. നാളെ അവൾ വരുമ്പോൾ റൂം വാടകയ്ക്ക് കൊടുക്കാൻ ഇഷ്ടമല്ലെന്നും വേറെ ആർക്കോ കൊടുത്തെന്നും പറയണം. അല്ലാതെ ഹസ്ബൻഡ് വന്ന് ഭീഷണിപ്പെടുത്തി കൊടുക്കരുതെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അയാളും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആശ്വാസത്തോടെ സുധീഷും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. രാത്രിയാവുമ്പോൾ സുധീഷ് ടെൻഷൻ ഒന്നുമില്ലാതെ ഒരു കാർ വാങ്ങിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധി നാളെ വീട് വിട്ട് പോവുകയായിട്ടും നിനക്കതിൽ ടെൻഷൻ ഒന്നുമില്ലെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതിനിപ്പോ ഞാനെന്ത് ചെയ്യണം? അവൾ പോകുന്നു പറഞ്ഞ് കരഞ്ഞു വിളിച്ച അവൾ പോവാതിരിക്കോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലെ ടെൻഷൻ അടിക്കുന്ന നീ ഇത്രയും വലിയൊരു കാര്യത്തെ നിസ്സാരമായി കാണുന്നു. വീട്ടിൽ ഇത്ര ദിവസവും താമസിച്ചിരുന്ന ആ കുട്ടി നാളെ പോവുകയാണെന്ന് പറയുമ്പോൾ നിനക്കൊരു വിഷമവുമില്ലേ? അവൾ നാളെ ഈ വീട് വിട്ടു പോയാൽ ഞാൻ ഹരീഷിനോടും നികേഷിനോടുമെല്ലാം എന്ത് പറയും? അതെല്ലാം ആലോചിച്ച് എനിക്ക് ആകെ ടെൻഷൻ ആവുന്നെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അനിയത്തി എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ തന്നെയല്ലേ കൊണ്ടു നടന്നത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ തന്നെ അതിന് പരിഹാരവും കണ്ടെത്തണമെന്ന് സുധീഷും. അതെല്ലാം പോട്ടെ, അവൾ പോകുന്നതിൽ നിനക്കൊരു ടെൻഷനുമില്ലേ? നിനക്കവളെ എത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാമെന്ന് സുഭാഷ് പറയുമ്പോൾ ഇതൊരു ഡ്രാമ കല്യാണമല്ലേ എന്നും ഒരു പ്രശ്നം വന്നപ്പോൾ സുഭാഷ് ഏട്ടൻ അവളെയല്ലേ സപ്പോർട്ട് ചെയ്തതെന്നും സുധീഷ് ചോദിക്കുമ്പോൾ നീ പറയുന്ന കള്ളങ്ങൾക്കൊന്നും എനിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണമെന്നത് തന്റെ ഒരു ആഗ്രഹമാണെന്നും സുഭാഷ് ടെൻഷനോടെ പറയുമ്പോൾ നടക്കുന്നതൊന്നും തടുക്കാൻ കഴിയില്ലെന്നും അതോർത്ത് വിഷമിച്ചിരിക്കേണ്ടെന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ കല്യാണത്തിന്റെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ അങ്ങോട്ട് വരുന്നത്. അവരുടെ അച്ഛൻ ഭാസ്കരനും ഉമ്മറത്തെ ആ കട്ടിലിലേക്ക് വന്നിരിക്കുന്നുണ്ട്. കല്യാണത്തിന്റെ ഫോട്ടോസ് എല്ലാം പെൻ ഡ്രൈവിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടെന്നും അതിന്ന് കുറച്ച് സെലക്ട് ചെയ്ത ആൽബമാക്കി തരാമെന്നും അയാൾ പറയുമ്പോൾ അത് വേണ്ടെന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഭാസ്കരൻ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു മെമ്മറി അല്ലേ എന്നും വേണ്ടെന്ന് പറയുന്നത് എന്തിനാണെന്നും അയാൾ ചോദിക്കുമ്പോൾ അത് വേണ്ടെന്ന് തീർത്തു പറഞ്ഞ് അവർ ആ പെൻ ഡ്രൈവ് വാങ്ങിക്കുമ്പോഴേക്കും അയാളും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. സുഭാഷും ടെൻഷനോടെ സുധീഷിനോടായി ഈ കല്യാണമേ ഇല്ലെന്നാവാൻ പോവുക, പിന്നെ ആൽബം വെച്ച് എന്ത് ചെയ്യാനാ? അത് കാണുമ്പോഴേ വിഷമമാവും, മനസ്സിനൊരു സുഖവുമില്ലെന്ന് പറഞ്ഞ് സുഭാഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഭാസ്കരനും സുധീഷിനോടായി സുഭാഷ് ഫോട്ടോ വേണ്ടെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് ചേട്ടനോട് തന്നെ ചോദിക്കുന്ന സുധീഷും കല്യാണത്തിന് എത്ര കാശ് മുടക്കിയ ഒരു ഫോട്ടോഗ്രാഫറെ വെച്ച് ആ ഫോട്ടോ എല്ലാം എടുത്തത് ഇപ്പോ ഫോട്ടോ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഭാസ്കരൻ പരിഭവത്തോടെ പറയുമ്പോൾ സുധീഷും ആ അവസരം മുതലെടുത്ത് ഫോട്ടോസ് എല്ലാം ആൽബമാക്കാൻ കയ്യിൽ കാശില്ലെന്നും അച്ഛനാണെന്ന് പറഞ്ഞ് നടന്നാ പോരെന്നും അവർക്ക് ഗുണമുള്ള എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നും ഇപ്പൊ തന്നെ ഈ കല്യാണ ഫോട്ടോയിൽ ഒന്നെടുത്ത് ഫ്രെയിം ചെയ്ത് ഈ വീട്ടിൽ തൂക്കിക്കൂടെന്നും അത് കാണുമ്പോൾ അച്ഛനും സന്തോഷമാവില്ലേ എന്നും സുധീഷ് ചോദിക്കുമ്പോൾ അങ്ങനെ അച്ഛനെ സന്തോഷിപ്പിക്കേണ്ടെന്നും നിനക്ക് വേണമെങ്കിൽ നീ തന്നെ ഫ്രെയിം ചെയ്ത് തൂക്കെന്നും ഞാൻ എന്തിനാ അത് ചെയ്യണമെന്ന് ഭാസ്കരനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനും ഇങ്ങനൊരാളായി പോയല്ലോ. എല്ലാ വീട്ടിലും മക്കളുടെ കല്യാണം കഴിഞ്ഞ ആ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് ആ വീട്ടിൽ തൂക്കിയിടും. അങ്ങനെ ഒരു കുടുംബവും അച്ഛനുമൊന്നും എനിക്കില്ലല്ലോ. എന്തിനായി പെൻഡ്രൈവ് എന്ന് പറഞ്ഞ്
ആ പെൻഡ്രൈവ് ആ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സുധീഷ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഭാസ്കരനും ആ പെൻഡ്രൈവ് കയ്യിലെടുത്ത് ആലോചനയോടെ ഇരിപ്പുണ്ട്. രാവിലെ ആവുമ്പോൾ കോളേജിൽ ഹാൾ ടിക്കറ്റ് വാങ്ങാൻ പോവാനുള്ള തിരക്കിലാണ് നികേഷ്. അവൻ സുഭാഷിനോടും നിധിയോടുമെല്ലാം അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. തന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും അവന്റെ കൂടെ ഉണ്ടാവുമെന്ന് നിധി പറയുമ്പോൾ ഏടത്തി വന്നതിനു ശേഷമാണ് ഇതൊരു വീടായി മാറിയതെന്നും കോളേജ് വിട്ട് ഇപ്പൊ വീട്ടിലേക്ക് വരുന്നത് വളരെ സന്തോഷത്തോടെയാണെന്നും ഇവിടെ സംസാരിക്കാനായി ഏടത്തിയമ്മയുണ്ടല്ലോ എന്നും താനിപ്പോ വളരെ ഹാപ്പിയാണെന്നും അമ്മയോട് പറയുന്ന പോലെ എക്സാമിന് പോവുക, കോളേജിൽ പോവാന്നൊക്കെ ഇപ്പോ ഏട്ടത്തിയമ്മയോട് പറഞ്ഞിട്ട് പോവാമല്ലോ എന്നും സുധീഷ് പറയുന്നത് കേൾക്കെ നിധിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവൾ വീട് വിട്ടു പോകുന്ന കാര്യം അവനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. താൻ കോളേജിലാക്കാമെന്ന് പറഞ്ഞ് ഹരീഷ് വിളിക്കുമ്പോൾ നികേഷ് അവരോട് യാത്ര പറഞ്ഞിറങ്ങി. വരുമ്പോൾ ഐസ്ക്രീം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. സുഭാഷും ടെൻഷനോടെ അവൻ തിരികെ വന്ന് ചോദിക്കുമ്പോൾ താൻ എന്ത് പറയുമെന്ന് അറിയില്ലെന്ന് പറയുമ്പോൾ താൻ ഇനിയും ഇവിടെ താമസിക്കുന്നത് ശരിയല്ലെന്നും ഇനിയും കൂടുതൽ ദിവസം താമസിച്ചാ താൻ ഈ വീട് വിട്ടു പോകുമ്പോൾ അവനത് വലിയ ടെൻഷനാകുമെന്നും ഇപ്പോൾ തന്നെ പോയാൽ അവനത് താങ്ങാൻ കഴിയുമെന്നും നിധി പറയുന്നുണ്ട്. പിന്നീട് സുഭാഷിനോട് യാത്ര പറഞ്ഞ് നിധി സുധീഷിന്റെ കൂടെ ആ വാടക വീട്ടിലേക്ക് യാത്രയാവുന്നുണ്ട്. അങ്ങനെ അവൾ ആ വീട്ടിലെത്തി ഓണറെ കണ്ട് താൻ അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും ചാവി തരണമെന്നും പറയുമ്പോൾ അയാൾ അകത്തേക്ക് പോയി നിധി കൊടുത്ത ടോക്കൺ അഡ്വാൻസ് കൊണ്ടുവന്ന് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് റൂം വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. നിധിയും ആകെ ടെൻഷനോടെ എന്തു പറ്റി, അഡ്വാൻസ് ഒക്കെ താൻ തന്നതല്ലേ, പിന്നെന്താ ഇപ്പോ വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്ന് പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവളെപ്പറ്റി താൻ തന്റെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ബാച്ചിലേഴ്സിന് മാത്രം കൊടുത്താൽ മതിയെന്നും പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടെന്ന് പറഞ്ഞെന്നും അയാൾ പറയുന്നുണ്ട്. നിധി വീണ്ടും അയാളോട് തർക്കിക്കുന്നുണ്ടെങ്കിലും അയാളും വീട് തീർത്തു തരില്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സുധീഷ് എപ്പോഴും അവളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവളെ കണ്ട് എന്തെങ്കിലും മറന്നു വെച്ചോന്ന് അവൻ ചോദിക്കുമ്പോൾ സുധീഷ് എന്താ തിരിച്ചു പോവാഞ്ഞെന്ന് അവളും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. തനിക്കൊരു കോൾ വന്നത് അറ്റൻഡ് ചെയ്യുകയായിരുന്നുവെന്നും എന്തു പറ്റിയെന്നും സുധീഷ് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ച് ആ റൂം വാടകയ്ക്ക് തരില്ലെന്ന് അയാൾ പറഞ്ഞെന്നും അക്കാര്യത്തിൽ സുധീഷിനെ തനിക്ക് സംശയമുണ്ടെന്നും സംശയത്തോടെ നിധി പറയുന്നുണ്ട്. തന്നെ ഇക്കാര്യത്തിൽ സംശയിക്കരുതെന്നും സുഭാഷ് ഏട്ടനോട് പറഞ്ഞപ്പോഴാണ് താൻ ഈ വീടിന്റെ കാര്യം തന്നെ അറിയുന്നതെന്നും തനിക്ക് ഈ വീടിന്റെ അഡ്രസ്സ് പോലും അറിയില്ലെന്നും നിധി പറഞ്ഞു കൊടുത്തതനുസരിച്ചല്ലേ താൻ നിധിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും എന്നെ ഈ കാര്യത്തിൽ സംശയിക്കരുതെന്നും സുധീഷ് പറയുമ്പോൾ നിങ്ങളാണോ ഇത് പറഞ്ഞതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഓണറോട് നിങ്ങൾ കണ്ട് സംസാരിച്ചിരുന്നോ? ഇന്നലെ രാത്രി തൊട്ടേ നിങ്ങൾ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇയാളേതായാലും വീട് വിട്ട് പോവാൻ തീരുമാനിച്ചതല്ലേ, പിന്നെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമെന്താ? തന്നെ സംശയിക്കരുതെന്നും പറഞ്ഞ് സുധീഷ് വീണ്ടും നിധിയെ തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ആ ഓണറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ ചെന്ന് അയാളെ കണ്ട് വീടിന് അഡ്വാൻസ് എല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പോൾ തരില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്ന് ചോദിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി അയാളെ ഭീഷണിയോടെ നോക്കുമ്പോൾ തന്റെ വൈഫ് പെൺകുട്ടികൾക്ക് വീട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞെന്നും ആണുങ്ങൾക്ക് മാത്രം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞെന്നും പറയുന്നുണ്ട്. അതെല്ലാം ആദ്യമേ തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടതായിരുന്നുവെന്നും അഡ്വാൻസ് വാങ്ങിച്ച് ബാഗും എടുത്ത് വരുമ്പോഴാണോ ഇതൊക്കെ പറയേണ്ടതെന്നും അയാളോട് പറഞ്ഞ് നിധിയോടായി ഈ വീടല്ലെങ്കിൽ നമുക്ക് വേറെ വീട് നോക്കാമെന്നും ഇങ്ങനെ വാക്കിന് വിലയില്ലാത്തവരുടെ കൂടെ താമസിക്കാൻ കൊള്ളില്ലെന്നും പറഞ്ഞ് നിധിയെ വിളിച്ചു പോവാൻ തുടങ്ങുമ്പോഴേക്കും അവൾ ദേഷ്യത്തോടെ തന്നെ നിൽക്കണ കണ്ട് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ വീട് കൊടുക്കാത്തതെന്ന സംശയത്തിലായി ഇവൾ. നിങ്ങൾക്ക് എന്നെ മുന്നേ അറിയാമോ? ഞാൻ ഇവിടെ വന്ന് വീട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ആരാണെന്ന് എനിക്കറിയില്ലെന്നും ആരാ ഇയാളെന്നും നിധിയോടായി അയാൾ ചോദിക്കുന്നുണ്ട്. അത് കണ്ട് സുധീഷും ഞാൻ ആരാണെന്ന് ഇയാൾ ചോദിക്കുന്നത് കണ്ടില്ലേ എന്ന് നിധിയോടായി പറയുമ്പോൾ നിധിയും അയാളോട് സോറി പറഞ്ഞ് സുധീഷിനെ പോവാനായി വിളിക്കുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷും ആ ഓണറോടായി മനുഷ്യരിങ്ങനെ പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇരിക്കരുതെന്നും വാക്കിന് വിലയില്ലാത്തവരാവരുതെന്നും പറയുമ്പോഴേക്കും അയാളും ദേഷ്യത്തോടെ തന്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ നിധി ഒരുവിധം വിശ്വസിപ്പിച്ച് സുധീഷ് നിധിയുമായി വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. അവിടെ ഹരീഷിന്റെ കൂടെ വീട്ടിൽ തിരിച്ചെത്തിയ നികേഷും അശ്വിനോടായി ഏട്ടത്തിയമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ആ വിഷയം മാറ്റി ഹോൾ ടിക്കറ്റ് തരാനായി പറയുമ്പോഴേക്കും ഏട്ടത്തി എവിടെ, ഈ വീട് വിട്ടു പോയോന്ന് നികേഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. സുഭാഷും എന്തു പറയണമെന്നറിയാതെ ഈ കാര്യം ആരാ നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാനാ പറഞ്ഞെന്ന് ഹരീഷും. അവൾ എവിടെയും പോയിട്ടില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ അവളും സുധീഷ് ഏട്ടനും കൂടി ബാഗിൽ കാറുമായി പോകുന്നത് ജിൻഡോ കണ്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്. നികേഷും അവളുടെ റൂമിലേക്ക് പോയി അവിടെ എല്ലാം നോക്കിക്കൊണ്ട് ടെൻഷനോടെ തിരിച്ചു വന്ന് ഇവിടെ ഏട്ടത്തിയുടെ സാധനങ്ങളൊന്നുമില്ലല്ലോ, അവർ വീട് വിട്ട് പോയോന്ന് വീണ്ടും ചോദിക്കുമ്പോൾ സുഭാഷും ടെൻഷനോടെ ഇല്ലെന്ന് പറയുന്നുണ്ട്. കാലത്തെ ഞാൻ ഈ വീട് വിട്ടിറങ്ങുമ്പോൾ അവർ സന്തോഷത്തോടെ നിന്നിരുന്നതല്ലേ, എന്നെ അനുഗ്രഹിച്ചല്ലേ യാത്രയാക്കിയത്, പിന്നെ എന്തു പറ്റി? അവർ തമ്മിൽ വഴക്കുണ്ടായോ? അവരുടെ അച്ഛൻ എന്തെങ്കിലും വഴക്കു പറഞ്ഞു എന്നൊക്കെയുള്ള നികേഷിന്റെ സങ്കടത്തോടെയുള്ള ചോദ്യം കേട്ട് സുഭാഷ് എന്തു പറയണമെന്നറിയാതെ നിൽക്കുമ്പോൾ എന്താ നടന്നതെന്ന് സുഭാഷ് ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞേ മതിയാവൂ. ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും സുധീഷ് ഏട്ടൻ നമ്മുടെ കൂടെ ഉറങ്ങുന്നേ. അവർ തമ്മിൽ സംസാരിക്കുന്നത് തന്നെ അപരിചിതരെ പോലെയാ. രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ അവരെ കണ്ടാൽ എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താ നടക്കുന്നെന്ന് സുഭാഷ് ഏട്ടൻ തന്നെ പറയണമെന്ന് ഹരീഷ് പറയുന്ന കേട്ട്
ഹരീഷേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയാണോ കാര്യങ്ങള്? ഏട്ടത്തി വഴക്ക് കൂടി ഈ വീട് വിട്ടു പോയോ എന്ന് നികേഷ് വീണ്ടും ടെൻഷനോടെ ചോദിച്ച് കരച്ചിൽ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അവനെ ആശ്വസിപ്പിക്കാനായി തുടങ്ങുന്നുണ്ട്. ശേഷം അവനെ തട്ടി മാറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ, ഏട്ടത്തി വരുവോ ഇല്ലയോ? വരുമെന്ന് പറ പ്ലീസ് എന്ന് കരച്ചിലോടെ പറയുമ്പോഴേക്കും, സത്യം പറ, നികേഷ് ഒരു പാവമാ. ഏട്ടത്തി തിരിച്ചു വരുമോ ഇല്ലയോ? എന്താ ഇവിടെ നടക്കുന്നത്? എന്താണെങ്കിലും പറ പ്ലീസ് എന്ന് ഹരീഷും കൂടി പറയുമ്പോൾ സുഭാഷും അവരുടെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ, ഞാൻ പറയുന്ന കാര്യം ഇപ്പോ നിങ്ങൾക്ക് സങ്കടമുണ്ടാക്കും, പക്ഷേ ഞാനതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോ പറയുമെന്ന് എനിക്കറിയില്ല. അത് സുധീഷും നിധിയും എന്ന് ടെൻഷനോടെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് പുറത്തൊരു കാറിന്റെ ഹോൺ ശബ്ദം കേൾക്കുന്നത്. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സുധീഷിനെയും നിധിയും കണ്ട് നികേഷിനും ഹരീഷിനുമെല്ലാം സന്തോഷമാവുന്നുണ്ട്. സുഭാഷ് അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോൾ ഏട്ടത്തിയെ കാണാഞ്ഞ് വിഷമമായെന്നും ബാഗെല്ലാം എടുത്ത് എവിടെ പോയതാണെന്നും നികേഷ് ചോദിക്കുന്നുണ്ട്. തങ്ങൾ രണ്ടുപേരും ഒരു ഹണിമൂൺ ട്രിപ്പിന് പോയതായിരുന്നുവെന്നും പിന്നെ പോവാൻ ഉദ്ദേശിച്ച സ്ഥലത്തെ കാലാവസ്ഥ മോശമാണെന്നറിഞ്ഞ് തിരിച്ചു വന്നതാണെന്നും സുധീഷ് പറയുമ്പോൾ അവരും അത് വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് അവരോട് കാര്യം ചോദിക്കുമ്പോൾ അഡ്വാൻസ് എല്ലാം കൊടുത്തിരുന്നതാണെന്നും ഇപ്പോൾ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്ന് അയാൾ പറഞ്ഞെന്നും നിധി അറിയിക്കുമ്പോൾ സുധീഷാണോ അതിന് പിന്നിലെന്ന് സുഭാഷിനും സംശയമാവുന്നുണ്ട്. പിന്നീട് സംശയത്തോടെ സുഭാഷ് അവനെ ചോദ്യം ചെയ്യുമ്പോൾ അത് താൻ തന്നെ ചെയ്തതാണെന്ന് സുധീഷും സമ്മതിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.